നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഉള്ള ആൾക്കാർ ടോക്സിക് ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളെ എങ്ങനെ നല്ല ആളാണോ ചീത്ത ആളാണോ എന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? കാര്യം നമുക്ക് ചക്കയല്ലല്ലോ ചോറ് നോക്കാൻ എന്നൊക്കെ പറയണ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ആൾക്കാരുടെ ഗ്രീൻ ഫ്ലാഗ്സിനെ പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ നിർത്തണം. ചിലപ്പോൾ പല മനുഷ്യരും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ചിലപ്പോൾ ആ ആൾക്കാർ നമ്മുടെ സ്വന്തം ആൾക്കാരാവാം, അതായത് രക്തബന്ധം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷെ അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ വളരെ മോശമായിട്ട് ചെയ്യുന്ന ഒത്തിരി എക്സ്പീരിയൻസുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ എങ്കിലും പല സമയത്തും നമ്മൾ എന്ത് ചെയ്യും? അവരെ അങ്ങോട്ട് സഹിച്ച് പോകും. കാര്യം എന്താ, നമ്മുടെ ലൈഫിൽ അത് രക്തബന്ധമില്ലേ, ഇത് നമ്മൾ സഹിക്കേണ്ടതല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്, എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നല്ല മനുഷ്യരെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അവർ കാണിക്കുന്ന ഗ്രീൻ ഫ്ലാഗ്സിനെയാണ് നമ്മളിന്ന് നോക്കാൻ പോണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഓരോ വീഡിയോയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല മനുഷ്യർക്കും ഉള്ള പ്രശ്നം എന്താ, പല ആളുകൾക്കും അവനവൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നറിയില്ല. ശരിയല്ലേ? സ്വന്തം ജീവിതം എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ വേണ്ടത്, ഇത് ചിന്തിക്കാതെയാണ് ഒരു 95% ആൾക്കാരും അവരുടെ ജീവിതം ജീവിക്കണേ. അന്നേരം എന്ത് ചെയ്യും? എൻ്റെ അച്ഛൻ അമ്മ തന്ന ജോലി, അതിന് ഞാൻ പഠിച്ചു, ഞാൻ ജോലി നേടി, പക്ഷെ ഇപ്പം എനിക്കിത് താല്പര്യമില്ല. അല്ലെങ്കിൽ ഞാൻ വളരെ നല്ല രീതിയിൽ ജീവിക്കണം, വളരെ നല്ല രീതിയിൽ ഒരു ബിസിനസ് ചെയ്യണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും വിവാഹം കഴിച്ച എൻ്റെ ഭർത്താവിന് ഞാൻ ജോലി ചെയ്യണം ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഒരു കരിയർ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ നോക്കണുണ്ടോ? ഇല്ല. എൻ്റെ മക്കളോ, അവരൊക്കെ പഠിച്ച് ഞാൻ വളരെ നല്ല രീതിയിലേക്ക് പോയി, കല്യാണം കഴിച്ചു പോയി. ഞാൻ മാത്രം ഈ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. എനിക്ക് പൈസയില്ല, എനിക്ക് ആരുമില്ല, ഒന്നുമില്ല. ഞാനും എൻ്റെ നിഴലും മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയോ അവരൊക്കെ മരിച്ചുപോയി. എനിക്ക് പോകാൻ പോലും ഒരു സ്ഥലമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ആട്ടും തുപ്പും ഒക്കെ കേട്ട് ഞാനിവിടെ ജീവിച്ചേ പറ്റൂ. ഇങ്ങനെയുള്ള രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഒത്തിരി അധികം സ്ത്രീകളെ ഓരോ ദിവസവും കാണാറുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ലൈഫ് ശരിക്കും ഓരോ മനുഷ്യനും എങ്ങനെ ജീവിക്കണം എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അപ്പോൾ പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണോ ജീവിച്ചത്, ആ ജീവിതത്തെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുക. നമ്മുടെ ലൈഫിൽ അത് തന്നെ ഒരു കണ്ണാടി പോലെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക ചെയ്യണം. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് അവനവൻ്റെ ജീവിതത്തിൽ ആരാണ് ആ ഒരു ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്, ആർക്കാണ് നമ്മുടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കണം എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റക്കാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും നന്നായിട്ട് നടക്കണില്ല, ഒത്തിരി അധികം ഫിനാൻഷ്യൽ ക്രൈസിസ് ആവാം, അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസിൻ്റെ ഒരു പ്രശ്നമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ആവാം, കരിയറിൽ ശരിക്കും ഗുണമില്ലാത്തൊരവസ്ഥയാവാം. ഇങ്ങനെ പല പല രീതിയിൽ ആളുകൾ സ്റ്റക്ക് ആവാറുണ്ട്. ഇങ്ങനെ ഏതവസ്ഥയെ സ്റ്റക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിൽ വർക്ക് ചെയ്താൽ നിങ്ങളുടെ ലൈഫിനെ തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് ഞാനിപ്പോൾ ഒരു ലൈഫ് കോച്ചായിട്ട് നിങ്ങളെ സെർവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3.5 വർഷമായി. എന്തുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ലാത്ത സ്ട്രഗിൾ ഉള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ ജീവിതം വളരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനും മൾട്ടിപ്പിൾ ഇൻകമുള്ള ഒരാളായിട്ട് ഒരു സമയം കൊടുത്തിട്ടല്ല, എൻ്റെ സൗകര്യത്തിന് ജീവിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ഉള്ളൊരു ഫ്രീഡം എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ജീവിതത്തിൽ ഏതൊരാൾക്കും പറ്റുന്ന കാര്യം തന്നെയാണിത്. പക്ഷേ എങ്ങനെ ഇത് ചെയ്യണം എന്ന് പല ആൾക്കാർക്കും അറിയില്ല. സ്വന്തം കാലിൽ നിൽക്കാനും അവൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും, പല ആൾക്കാരുടെയും ചിന്ത എന്ന് പറയുന്നത് വേൾഡ് മുഴുവൻ കൺട്രോൾ ചെയ്യാനാണ്. പക്ഷേ ഈ വേൾഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈഫ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മനുഷ്യരുടെ ഒരു ഗ്രീൻ ഫ്ലാഗ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോണത്.
ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മനുഷ്യരാണ് നമ്മുടെ കൂടെ ഉള്ളത് എങ്കിൽ, സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും എന്നറിയാമോ? അവർ നമ്മളുടെ വിജയങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. അല്ലാതെ കുശുമ്പെടുക്കും കുന്നായ്മ എടുക്കും ഒന്നും ചെയ്യില്ല. നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും അവരെന്ത് ചെയ്യും? അവർ ആഘോഷിക്കും. അവരുടെ വിജയമായിട്ട് അവർ അതിനെ ക്ലെയിം ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിലുള്ളതെങ്കിലോ അവർ അടിപൊളിയാണ്. അവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂടെ നിർത്തേണ്ടത്. അല്ലാതെ രക്തബന്ധമുണ്ട്, ഫ്രണ്ടാണ്, ഇതാണെന്നുള്ള രീതിയിലേക്കല്ല. അവർ നമ്മളുടെ സക്സസ്സിൽ അവർക്ക് അത് അവരുടെ സ്വന്തം സക്സസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? പല ആൾക്കാരും ഓർക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം തന്നെ ആൾക്കാർ ചിലപ്പോൾ പങ്കാളികളാവാം, ചിലപ്പോൾ മക്കളാവാം, ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആവാം. പക്ഷെ നമ്മുടെ കുഞ്ഞു കാര്യങ്ങൾ, നമ്മുടെ ഒരു ബർത്ത്ഡേ ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചെറിയൊരു അസുഖം വന്നപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കൂടിയിരിക്കാനാവാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കും, നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ നമ്മളുടെ കൂടെ അവരുണ്ടെങ്കിൽ, അവരത് ഓർക്കണുണ്ടെങ്കിൽ, നമ്മൾക്ക് വേണ്ടി നിലകൊള്ളണമെങ്കിൽ, ഉറപ്പായിട്ടും എങ്ങനെയുള്ള ആൾക്കാരാണ്? അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സന്തോഷത്തിൽ, നിങ്ങളുടെ ഒരു നല്ല ദിവസങ്ങളിൽ അവർ നിങ്ങളെ ഓർക്കുകയും ഒരു കോള്, ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വരാനായിട്ട്, നിങ്ങളിപ്പോൾ ഒത്തിരി പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്, നിങ്ങളുടെ ഒരു ബിസിനസ് പരാജയപ്പെട്ടു, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്, പക്ഷെ നിങ്ങളെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു വിഷമങ്ങൾ കേൾക്കാനായിട്ട് ഒരു ചെവി നിങ്ങൾക്ക് തരാനായിട്ട് അവർ റെഡി ആവണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നല്ല മനുഷ്യരാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ജീവിതത്തിൽ എല്ലാ ആൾക്കാർക്കും ഒരു മൂല്യമുണ്ട്. അതിപ്പോൾ ജനിച്ചൊരു കുഞ്ഞാണെങ്കിലും അവൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. അതിൻ്റെതായിട്ടുള്ള ബഹുമാനം അർഹിക്കണുണ്ട്. കാര്യം ഈ ഒരു ലോകത്തിലുള്ള ഏതൊരാൾക്കും അതുണ്ട്. അപ്പോൾ ആ ഒരു ബഹുമാനം തരണുണ്ട് എങ്കിൽ നമ്മളുടെ ഒരു ബൗണ്ടറിയെ ശരിക്കും പറഞ്ഞാൽ കീപ്പപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ അവർ കൈ കടത്തണില്ലെങ്കിൽ അതൊരു നല്ലൊരാളാണ്. അല്ലാതെ അവർ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി വന്നിട്ട് ഒരു ബൗണ്ടറിയും കീപ്പപ്പ് ചെയ്യാതെ നമ്മളെ അങ്ങ് ദ്രോഹിക്കുവാണെങ്കിൽ അവർ നല്ല ആളല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നല്ല ആൾക്കാരെ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും വളരെ റെസ്പെക്റ്റ്ഫുള്ളായിരിക്കും. അവരുടെ ആ ഒരു ബൗണ്ടറി അവർ ഭേദിക്കില്ല. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ബൗണ്ടറി ഇത് അകത്തേക്ക് കയറില്ല. പല ആൾക്കാരുടെയും പ്രശ്നം എന്താ? എന്തിനും കയറിയിട്ട് അഭിപ്രായം പറയുകയും വലിച്ചു താഴ്ത്തുകയും ജഡ്ജിയൊക്കെ ചെയ്യണത് മെജോറിറ്റി ആൾക്കാരുടെയും സ്വഭാവമാണ്. അപ്പോൾ ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്യില്ല. നാലാമത്തെ കാര്യം എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിൽ നമ്മൾ ആലോചിക്കുക. ചില ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് പിന്നെ എന്ത് കഴിച്ചൊരു ബിരിയാണി കഴിച്ചൊരു ഫീലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്കൊരു ഐസ്ക്രീം കഴിച്ച ഫീലായിരിക്കും, നമുക്കൊരു മധുരമുള്ള ഒരു ഓർമ്മയായിരിക്കും. ഒരാഴ്ചത്തേക്ക് നമ്മൾക്ക്, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് കീപ്പപ്പ് ചെയ്യാൻ ഇവരുടെ ഒരു കോളോ ഇവരെ ഒന്ന് കണ്ടാൽ മതി. അവരുടെ പ്രസൻസ് തന്നെ നമ്മുടെ ലൈഫിൽ എന്താവും? 360 ഡിഗ്രി ചേഞ്ച് ചെയ്യും. നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും, ഹൈ എനർജി ഉള്ള ഒരാളായിട്ട് മാറും. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ്, ഓരോ സമയവും നിങ്ങളുടെ ഈ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും എനർജൈസ്ഡ് ആയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവരുറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആൾക്കാരാണ്. എഗെയിൻ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ചില മനുഷ്യർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും, നമ്മളുടെ വീട്ടിൽ എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മളെ നല്ല രീതിയിൽ സ്തുതിയൊക്കെ പാടും. പക്ഷേ അവരുടെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മോശമായിട്ട് വരികയും നമ്മളുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും എന്നറിയാമോ? ഇവർ 360 ഡിഗ്രി ചേഞ്ച് ചെയ്യും. നമ്മളെ ഒരു ദ്രോഹിയെ കാണുന്ന പോലെ ഡിഫെൻസീവായിട്ട് നമ്മളോട് പെരുമാറും. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ശരിക്കും നമ്മളെ കേൾക്കാതെ, നമ്മളുടെ ഭാഗം കേൾക്കാതെ, അവരുടെ ഭാഗമാണ് ശരി എന്ന ലെവലിലേക്ക് ആൾക്കാർ ബിഹേവ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു റെഡ് ഫ്ലാഗാണ്, ഗ്രീൻ ഫ്ലാഗ് അല്ല. അപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവർ ജഡ്ജ് ചെയ്യാതെ നമ്മളെ കേൾക്കാൻ റെഡിയാവും. നമ്മളോട് ഒരു കാരണവശാലും മോശമായിട്ടുള്ള രീതിയിലേക്ക് അവർ പെരുമാറില്ല. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളാണ്. അല്ലാതെ ലോകത്ത് ഒരാൾക്കും പ്രിയപ്പെട്ടതായിട്ട് വേറെ ആരുമില്ല. അവനവൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി നമ്മൾ തന്നെയാണ്. അപ്പം നമ്മളായിട്ട് ജീവിക്കാൻ, നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ
നമ്മളുടെ ഒരു ഫ്രീഡത്തിൽ ജീവിക്കാൻ നമ്മളെ അലവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആ ഫുള്ളസ്റ്റ് ബെസ്റ്റ് വേർഷൻ ആവാനായിട്ട് നമ്മളെ നമ്മളെ അവർ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരാണ് സത്യത്തിൽ റിയൽ ആയിട്ടുള്ള ആൾക്കാർ. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളായിട്ട് മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് എത്തിക്കാൻ, നിങ്ങളുടെ ഗോളുകൾ ശരിക്കും അച്ചീവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു ഗ്രീൻ ഫ്ലാഗ് ആണ്. ആറാമത്തെ കാര്യം എന്താണ്? പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നല്ല നല്ല മനുഷ്യരുടെ അടുത്ത് നമ്മൾ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആ ആൾക്കാരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും. പക്ഷേ പല മനുഷ്യർക്കും ഉണ്ടല്ലോ, സ്വന്തം വീട് പോലും സേഫ് സോൺ അല്ല. കാര്യം എന്താ? എല്ലാവരും വിചാരിക്കുന്നു കല്യാണം കഴിച്ചു, ഭർത്താവാണ് അല്ലെങ്കിൽ മക്കളാണ്. പക്ഷെ ഈ ഒരു സ്ഥലത്ത് ആ പങ്കാളിക്ക് എത്ര സ്വസ്ഥമായിട്ട് സേഫായിട്ട് ഒന്ന് കരയാൻ, ഒന്ന് ചിരിക്കാൻ, അവരുടെ ജീവിതത്തിൽ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് അവർക്കൊരു സേഫ് ആയിട്ടുള്ള സ്പേസ് ഉള്ള സ്ഥലമാണെങ്കിൽ അതൊരു ഗ്രീൻ ഫ്ലാഗ് ഉള്ള ആൾക്കാരുടെ സ്ഥലമാണ്. അത് മനസ്സിലാക്കുക. എഗെയിൻ ഏറ്റവും അവസാനത്തെ കാര്യം എന്താണെന്നറിയാവോ? നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താ പറയണത്, നമ്മൾ എന്താ ചെയ്യണത്, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മുടെ പുറകെ നടന്ന് നോക്കണ ഒരാളാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചൊരു റെഡ് ഫ്ലാഗാണ്. മറിച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ കൊണ്ടുപോകാനും നമ്മുടെ ഓൺ GPS നമ്മൾക്ക് സംസാരിക്കാൻ, നമ്മൾക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി തരണുണ്ടെങ്കിൽ അതൊരു ഗ്രീൻ ഫ്ലാഗാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഗോളുകളിൽ നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ജീവിതത്തിൽ അത്രയും സപ്പോർട്ട് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ലൈഫിലുള്ളതെങ്കിൽ ആ ആൾക്കാരെ ഒരിക്കൽ പോലും ഒഴിവാക്കരുത്, അവരെ ചേർത്ത് പിടിക്കണം. കാര്യം ഇങ്ങനെയുള്ള മനുഷ്യരെ ഭയങ്കര കുറവാണ്. നമ്മൾ പറയില്ലേ, ഒരു കുന്ന് അഴുക്ക്, ഒരു ലോഡ് അഴുക്കിൽ നിന്നാണ് വളരെ കുറച്ച് സ്വർണ്ണത്തരികൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലെയാണ് നല്ല മനുഷ്യരെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം, സമയം കൊടുക്കണം. നമ്മൾക്ക് പറ്റിയ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാനും, ഏറ്റവും നല്ല ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ അവരെ ഗോൾഡ് പോലെ ക്യാരി ചെയ്യാനും നമ്മൾ പഠിച്ചാൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണലി സ്ട്രോങ് ആയിട്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലൈഫ് കോച്ച് ഷീജയിലേക്ക് വരാം. നിങ്ങളുടെ എന്തധികം പ്രശ്നങ്ങളുണ്ട്, ഇപ്പം നിങ്ങൾക്ക് പല പല മുറിവുകളുണ്ടാവാം, നിങ്ങളുടെ ലൈഫിൽ പല പല കാര്യങ്ങളും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ലൈഫ് നേടാൻ പറ്റുന്നില്ല എന്ന വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരാം. 1 മന്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യാൻ, നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെ ഉയർത്താം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്ര സ്ട്രക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും 1 മന്ത് നിങ്ങൾ വന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഫ്രീക്വൻസി ഹൈ ആവണതും, നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നലെ വരെ ഇല്ലാത്ത പല നല്ല കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യണതും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാ വിധത്തിലും നിങ്ങളുടെ ഗോളിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ ഇപ്പം സ്ട്രക്കായിട്ടിരിക്കുന്ന അവസ്ഥയെ ഓവർകം ചെയ്യാനായിട്ടുള്ള യുണീക്കായിട്ടുള്ള പ്രോഗ്രാംസാണ് ലൈഫ് കോച്ച് ഷീജ അക്കാഡമിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല മനുഷ്യരെ എങ്ങനെ കണ്ടെത്താം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക. കാരണം എന്താണ്, ജീവിതം അത്ര അടിപൊളിയാണ്. പക്ഷെ ആ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും ബോധത്തോടെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കാനും ഏതൊരാൾ തയ്യാറെടുക്കണോ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മാജിക്കാണ്. അപ്പം നിങ്ങളുടെ ലൈഫ് മാജിക്കലി ക്രിയേറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് കോച്ചായിട്ട് ഞാനുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് സർവീസ് ആവശ്യമുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി. എൻ്റെ ടീം ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗൈഡൻസ് തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ആൾ.